ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ ലാലേട്ടന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ തുടരും. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ ശോഭന കൂട്ടുകെട്ടൽ തിയേറ്ററുകളിലേക്ക് എത്തിയ തുടരും എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നായിരുന്നല്ലോ പുറത്തു വന്നത്. 3 ദിവസങ്ങൾ കൊണ്ട് 69 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ കാണുന്ന ഒരു പോസ്റ്ററാണ് ഒഫീഷ്യലായിട്ട് വന്നത്. ഒരു മലയാളം സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വന്നാൽ ആ കളക്ഷൻ ശരിയാണോ എന്നാണല്ലോ കൂടുതൽ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുക. എന്നാൽ ഇവിടെ തുടരും എന്ന സിനിമയുടെ അത് തള്ളലാന്ന് തീർത്ത് പറഞ്ഞുകൊള്ളട്ടെ. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം തുടരുമെന്ന സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററുമായിട്ട് ആശീർവാദ സിനിമാസ് എത്തിയപ്പോൾ അതും ട്രാക്കേഴ്സ് കളക്ഷൻ ഫോളോ ചെയ്യുന്ന ഒരു കളക്ഷനാണ് എന്നാണ് ആദ്യം പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത്. ഒഫീഷ്യൽ 69 കോടി പോസ്റ്ററിനോടൊപ്പം ഈ കാണുന്ന $4.90 മില്യൺ ഒരു ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ കൂടി ആശീർവാദ് പുറത്തുവിട്ടു. വെറും 3 ദിവസങ്ങൾ കൊണ്ട് $5 മില്യൺ അടുത്താണ് ഓവർസീസിൽ തുടരുമെന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതായത് 41 കോടിയിലധികം ഗ്രോസ് കളക്ഷൻ. ഇനി തുടരും സിനിമയുടെ ആകെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിവസം വെള്ളിയാഴ്ച ദിവസം 17 കോടി 18 ലക്ഷം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത് തുടരും. രണ്ടാം ദിവസം 25 കോടി 90 ലക്ഷത്തിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തത്. മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ശനിയാഴ്ചയേക്കാൾ കൂടുതൽ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത സിനിമ 26 കോടി 15 ലക്ഷം രൂപയാണ് ഇന്നലെ മാത്രം വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. അങ്ങനെ 69 കോടി 25 ലക്ഷമാണ് സിനിമയുടെ ട്രാക്കേഴ്സ് കളക്ഷൻ പ്രകാരമുള്ള വേൾഡ് വൈഡ് ആദ്യ വീക്കെൻഡ് കളക്ഷൻ. എമ്പുരാന് ശേഷം ഒരു മലയാളം സിനിമയുടെ ആദ്യ വീക്കെൻഡിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ വരുന്ന സിനിമ കൂടിയായിട്ട് തുടരും ഇതോടെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഏറ്റവും പുതിയ ഈ ഒരു റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത് ആശീർവാദ സിനിമാസ് പുറത്തുവിട്ട ഒഫീഷ്യൽ കളക്ഷൻ ട്രാക്കേഴ്സ് കളക്ഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ളതാണ് എന്നാണ്. വേണമെങ്കിൽ ഒരു പ്രൊമോ പോസ്റ്ററായിട്ട് 70 കോടിയുടെ പോസ്റ്റർ 3 ദിവസങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞ് ഇറക്കാമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്തില്ല. അതിൽ നിന്ന് വ്യക്തമാകുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ ആശീർവാദ സിനിമാസ് മാറിക്കഴിഞ്ഞു എന്നാണ്. കാത്തിരിക്കൂ കൂടുതൽ തുടരും വാർത്തകൾക്ക്.